തൃശ്ശൂരടി നമുക്ക് അവിടേക്ക് പോകാം. CPM പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് അവിടെ ഉണ്ട്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം, അവിടെ CPM പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ വെല്ലുവിളിക്കുന്നുണ്ട്. മധ്യഭാഗത്ത് കേരള പോലീസിലെയും പ്രേക്ഷകർക്ക് കാണാം. തൃശ്ശൂർ CPMന്റെ ജില്ലാ ഓഫീസിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് കടന്നിരിക്കുന്നത്. അവിടെ നിന്ന് അർജുൻ മട്ടന്നൂർ നമുക്ക് പങ്കുചേരുന്നു. സുരേഷ് ഗോപിയുടെ ഓഫീസിന് മുൻപിൽ കരിയോയിൽ ഒഴിച്ചതിനെ തുടർന്നുണ്ടായ സംഘർഷമാണ് ഇപ്പോൾ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ CPMന്റെ പ്രവർത്തകരുണ്ട്. അവിടെ CPM പ്രവർത്തകരാണ് പോലീസുമായിട്ട് ഇപ്പോൾ അവർ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു. ഉണ്ടും തള്ളും ഉണ്ടാവുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ തടിച്ചുകൊണ്ട് നിൽക്കുന്ന BJP പ്രവർത്തകരുടെ അടുത്തേക്ക് CPM പ്രവർത്തകർ പോകാൻ ശ്രമിക്കുകയാണ്. അത് പോലീസ് തടയുന്നുണ്ട്. കൊടിയും ഏന്തിക്കൊണ്ട് CPM പ്രവർത്തകർ നിൽക്കുന്നത് കാണാം. മറുഭാഗത്ത് BJP പ്രവർത്തകരും സംഘടിച്ച് നിൽക്കുന്നത് കാണാം. മധ്യത്തിൽ പോലീസിനെയും പ്രേക്ഷകർക്ക് കാണാം. ഇപ്പോൾ CPMന്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇവിടെ ചെറിയ സംഘർഷാവസ്ഥയുണ്ട്. അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ, CPM പ്രവർത്തകർ ഇപ്പോൾ BJP പ്രവർത്തകർ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരികയാണോ? എന്താണ് അവിടെ ഒരു സംഘർഷ സാധ്യത കാണുന്നുണ്ടല്ലോ? BJP പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന സ്ഥലത്തേക്ക് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് CPIM പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വരികയായിരുന്നു. ഏതാനും പോലീസുകാർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവർ BJP പ്രവർത്തകരെ തടഞ്ഞ് നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് പിറകുഭാഗത്ത് നിന്ന് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഒരു കൂട്ടം CPIM പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി, പ്രകോപനപരമായ മുദ്രാവാക്യ വിളികളുമായി ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പോൾ ഇരു കൂട്ടരും തമ്മിൽ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നു. ഇപ്പോൾ പോലീസ് ഇരു കൂട്ടരെയും അണിനയിപ്പിച്ച് മാറ്റാനുള്ള ശ്രമത്തിലാണ്. ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ജില്ലാ കമ്മിറ്റി ഓഫീസിലുണ്ട്. അങ്ങോട്ടേക്ക് അപ്രതീക്ഷിതമായിട്ടാണ് BJP പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത്. ഏതാണ്ട് 70 മീറ്റർ അകലെ BJP മാർച്ച് പോലീസ് തടഞ്ഞു. അതിനുശേഷം നേതാക്കളടക്കം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സംസാരം പൂർത്തിയായതിന് പിന്നാലെ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രവർത്തകർ കൂട്ടമായി ഈ BJP പ്രവർത്തകരുടെ നേരേക്ക് വരികയായിരുന്നു. സംഘർഷ സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റുമുട്ടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് പ്രവർത്തകരെ മാറ്റുകയാണ്. പ്രവർത്തകരെ പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമത്തിലാണ്. പ്രവർത്തകർ ഇതുവരെ പോലീസുമായി സഹകരിക്കുന്നില്ല. സ്ക്രീനിൽ പ്രേക്ഷകർക്ക് ഒരു ഭാഗത്ത് CPM പ്രവർത്തകരെയും മറുഭാഗത്ത് BJP പ്രവർത്തകരെയും കാണാൻ സാധിക്കും. ഇപ്പോൾ ഇരു കൂട്ടരും അവിടെ സംഘടിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാനൊന്ന് ജെയ്സണിലേക്ക് കൂടി പോരാം. ജെയ്സൺ ഇപ്പോൾ നിൽക്കുന്നത് BJP പ്രവർത്തകർ നിൽക്കുന്ന ഭാഗത്താണ്. ജെയ്സൺ, അവിടെ BJP പ്രവർത്തകർ നേരത്തെ സംഘടിച്ച് അവിടെ എത്തി സമാധാനത്തോടു കൂടി അവിടെ പോലീസിന്റെ മുന്നിൽ അവർ കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തുകയായിരുന്നു. ഇപ്പോൾ CPM പ്രവർത്തകരാണോ ജെയ്സൺ അവിടേക്ക് BJP പ്രവർത്തകർ ഇരുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്? ഇന്ന് വൈകിട്ട് BJP കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സുരേഷ് ഗോപിയുടെ ഓഫീസിന്റെ ബോർഡിന് നേരെ കരിയൊഴിയിൽ ഒഴുക്കുകയുണ്ടായി. അതിനെ തുടർന്നുണ്ടായ പ്രതിഷേധ സമരമാണ് ഇപ്പോൾ CPM BJPയുടെ പഴയ ജില്ലാ കമ്മിറ്റി ഓഫീസായ ഇപ്പോഴത്തെ ഏരിയ മണ്ഡല കമ്മിറ്റി ഓഫീസായ തൃശ്ശൂരിലെ പഴയ നടക്കാവിൽ നിന്നും BJP പ്രവർത്തകർ തൊട്ടടുത്തുള്ള ഏകദേശം 100 മീറ്റർ മാത്രം അപ്പുറത്തുള്ള CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ചുമായി എത്തുന്നു. ആ മാർച്ച് പോലീസ് വഴിയിൽ വെച്ച് തടയുന്നു. അവിടെ പോലീസ് വലിയ രീതിയിൽ സംഘർഷം ഉണ്ടാകാതിരിക്കാൻ പോലീസ് തടയുന്നു. അവിടെ നിന്ന് പ്രതിഷേധ പരിപാടികളുമായി BJP പ്രവർത്തകർ ഇപ്പോൾ സംഘടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്ത് നിന്ന് CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഒരു കൂട്ടം CPM പ്രവർത്തകർ പ്രതിഷേധവുമായി തിരിച്ചു വരുന്നത്. ഇങ്ങോട്ട് വരുന്നത് ഇതിനിടയിൽപ്പെട്ട് പോലീസിന്റെ എണ്ണം തന്നെ വളരെ കുറവാണ്. സത്യത്തിൽ വലിയൊരു പ്രതിഷേധ മാർച്ച് രണ്ട് മേഖലകളിൽ സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാനാകും. അപ്പുറത്തും ഇപ്പുറത്തും 100 മീറ്റർ മാത്രം വ്യത്യാസത്തിൽ CPMന്റെയും BJPയുടെയും പ്രവർത്തകർ സ്തംഭടിച്ചിരിക്കുന്നു. CPMന്റെയും BJPയുടെയും CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസും പഴയ BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇപ്പോഴത്തെ മണ്ഡല കമ്മിറ്റി ഓഫീസും ഏതാനും ദൂരം മാത്രമാണ് അകലെയുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാനാകും. ഒരു ഭാഗത്ത് CPMന്റെ പ്രവർത്തകർ തമ്പടിച്ചിരിക്കുന്നു, അപ്പുറത്ത് BJPയുടെ പ്രവർത്തകർ തമ്പടിച്ചിരിക്കുന്നു. പോലീസ് സാമാന്യം കുറവാണെന്ന് തന്നെ പറയാനാകും. കഴിഞ്ഞ കുറേ നേരമായി CPMന്റെ അഴീക്കോട് മന്ദിരത്തിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ച് ഈ ഇടവഴിയിൽ വെച്ച് പോലീസ് തടഞ്ഞിരിക്കുകയായിരുന്നു. ആ തടഞ്ഞ് അവിടെ നിന്ന് പ്രതിഷേധ പരിപാടികളുമായി BJP പ്രവർത്തകർ അവരുടെ പ്രസംഗങ്ങളും അതുപോലെ തന്നെ സമരപരിപാടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. വലിയ രീതിയിൽ പോലീസ് സംഘം അവരെ തടഞ്ഞു നിർത്തിയിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ്
BJPയുടെ അഴീക്കോടൻ മന്ദിരത്തിൽ നിന്നും ക്ഷമിക്കണം CPMന്റെ അഴീക്കോടൻ മന്ദിരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും CPM പ്രവർത്തകർ പ്രകടനമായി ഇങ്ങോട്ടെത്തുന്നത്. ഏരിയ കമ്മിറ്റി സെക്രട്ടറി അനൂപ് കാടയുടെ നേതൃത്വത്തിലുള്ള CPM പ്രവർത്തകരാണ് ഇപ്പോൾ ഈ BJP പ്രവർത്തകർക്ക് നേരെ ഇപ്പോൾ എത്തിയിരിക്കുന്ന രണ്ടുപേരും രണ്ട് ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. എന്തും സംഭവിക്കാവുന്ന ഒരു അന്തരീക്ഷം നിലവിലുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലെ ബോർഡിന് നേരെ കരിയോയിൽ ഒഴിച്ചതാണ് ഇപ്പോൾ BJP പ്രവർത്തകർക്ക് വലിയ പ്രകോപനം ഉണ്ടായിരിക്കുന്നു. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലേറ് നടക്കുന്നുണ്ടായിരുന്നു, ചെറിയ തോതിൽ കല്ലേറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലും ഒരുപക്ഷെ സംഘർഷം നീളാനുള്ള സാധ്യതയുണ്ട്. പോലീസ് വളരെ പണിപ്പെട്ട് ഇത് തടയാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഒരു ഭാഗത്ത് BJP പ്രവർത്തകർ, അർജുൻ മട്ടന്നൂർ ഇപ്പോൾ നിൽക്കുന്നത് CPM പ്രവർത്തകർ നിൽക്കുന്ന സ്ഥലത്താണ്. ഒരു ഭാഗത്ത് BJP പ്രവർത്തകർ നിൽക്കുന്നത് കാണാം, മറുഭാഗത്ത് CPM പ്രവർത്തകർ നിൽക്കുന്നത് കാണാം. രണ്ട് ക്യാമറകളിലൂടെയുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അർജുൻ മട്ടന്നൂരും ജെയ്സൺ ചാമോളത്തിലുമുണ്ട്. അർജുൻ മട്ടന്നൂർ ഇപ്പോൾ CPM പ്രവർത്തകർ നിൽക്കുന്ന ഭാഗത്താണെന്ന് തോന്നുന്നു. അർജുൻ മട്ടന്നൂർ, അവിടെ CPM പ്രവർത്തകർക്കുടെ ആവശ്യം എന്താണ്? ഇവരെ സമാധാനത്തോടുകൂടി അവർ പ്രതിഷേധിച്ചു. പോലീസ് അവിടെ എത്തി അവരെ തടഞ്ഞു. അവർ അവിടെ കുത്തിയിരുന്ന് ഉപരോധിച്ചു. ഇപ്പോൾ CPM പ്രവർത്തകർ BJP പ്രവർത്തകർക്ക് നേരെ വരുന്നതിൻ്റെ കാരണം എന്താണ്? അവർ മടങ്ങിപ്പോവുകയാണോ? ഇപ്പോൾ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ടോ? ഡോക്ടർ അരുൺകുമാർ, ഇപ്പോഴും സംഘർഷത്തിന് അയവ് വന്നിട്ടില്ല. ഇപ്പോൾ CPIM പ്രവർത്തകർ പോലീസുമായി ഉന്തും തള്ളും നടത്തുകയാണ്. ഈ പോലീസിനെ മറികടന്നുകൊണ്ട് BJP പ്രവർത്തകരുടെ ഭാഗത്തേക്ക് പോകാനാണ് CPIM പ്രവർത്തകർ ശ്രമിക്കുന്നത്. പോലീസ് അവരെ തടഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ CPIM പ്രവർത്തകർ ഏതാണ്ട് 50ഓളം വരുന്ന CPIM പ്രവർത്തകർ വളരെ പ്രകോപനപരമായി ഇപ്പോൾ പോലീസിനോട് കത്തിക്കയറുകയും അത്തരത്തിൽ BJP പ്രവർത്തകർ ഒറ്റപ്പെട്ട രോഷപ്രകടനങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ സംഘർഷഭരിതമായ ഒരു അവസ്ഥ അല്പമായി വന്നിട്ടുണ്ട്. BJP പ്രവർത്തകരും അവിടെ നിന്ന് മാറുന്നു. CPM പ്രവർത്തകരിൽ ചിലർ പോലീസുമായിട്ട് തട്ടിക്കയറുന്നതും കാണാം.